ഏവർക്കും നമസ്കാരം. 1000 നാമങ്ങൾ 1000 കഥകൾ എന്ന ഇന്നത്തെ ഒരു കഥാപ്രവചനത്തില് വരുന്ന 9ാമത് തിരുനാമം ഭൂതപാവന എന്നറിയപ്പെടുന്ന ഭഗവാന്റെ നാമമാണ്. ഭൂതപാവനായ നമ. ഇതിന് ആഴ്വാരുമായിട്ട് ബന്ധപ്പെട്ടാണ് കഥകള്. നമ്മൾ കഴിഞ്ഞ കഥകളിലും ഒക്കെ സൂചിപ്പിച്ച് അവിടെ ആഴ്വാരുമാർക്കൊക്കെ അതിൽ നിരവധി പാസുരങ്ങളാൽ പാടപ്പെട്ടതാണ് ഈ കഥകളൊക്കെ. അതിൽ വളരെ വിശേഷപ്പെട്ട ഈ ആഴ്വാര് ഒരിക്കലും ഭഗവാനെ ദർശിക്കാൻ കുംഭകോണത്തിന് സമീപത്തുള്ള ശാർംഗപാണി എന്നറിയപ്പെടുന്ന ശാർംഗധനുസ് കയ്യിലെന്തുന്ന ഭഗവാൻ, ശാർംഗപാണിയായിരിക്കുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ ദിവ്യദേശങ്ങളിൽ പെടുന്നതാണ്. അവിടെ സന്ദർശിക്കാൻ എത്തിയെന്ന അതൊരു നല്ല പൈങ്കുനി മാസം, കുംഭമാസത്തിലെ നല്ല ചൂടുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. നല്ല വെയിലത്ത് നടന്ന് അവശനായിട്ട് തളർന്നുകൊണ്ടാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. മധ്യാഹ്ന സമയം ഭഗവാന് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭം. ആ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തില് പെട്ടെന്ന് തന്നെ ശ്രീലകത്ത് നിന്ന് ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഒരു ഭക്തൻ തളർന്ന് പുറമെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഭക്തന് ഈ പ്രസാദം കൊണ്ട് കൊടുക്കൂ എന്നാണ്. അങ്ങനെ അവിടെയുള്ള അർച്ചകര് ഭഗവത് പ്രസാദവുമായിട്ട് നേരെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഭഗവാന്റെ പൂജയൊക്കെ കഴിഞ്ഞോ? പറഞ്ഞില്ല, അല്പസമയം കൂടി കഴിഞ്ഞാലാണ് ഭഗവാന്റെ പൂജകൾ പൂർണ്ണമാകൂ. അപ്പോൾ ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് ഈ പ്രസാദം എന്തിനാണ് എനിക്ക് തന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ശ്രീലകത്ത് നിന്ന് ഭഗവാൻ അരുളി ചെയ്തിട്ടാണ് അങ്ങേക്ക് ഇത് കൊണ്ടു തന്നത്. അല്ല, ഭഗവാന് കൊടുത്തതിന് ശേഷം അത് സ്വീകരിക്കുമ്പോഴേ പ്രസാദമാകൂ. നമ്മളൊക്കെ അറിയാം. അപ്പൊ നിവേദ്യം ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ഭക്തർക്ക് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അത് ഉച്ഛിഷ്ടമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആരും ഭഗവത് പൂജ കഴിയാതെ പ്രസാദം, പായസങ്ങളോ നിവേദ്യങ്ങളോ ഒന്നും പുറമേക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം ഉള്ളത് കൊണ്ട് തന്നെ ഈ പായസവുമായിട്ട് ഈ ആഴ്വാര്, തിരുമിശൈ ആഴ്വാര് ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചേർന്ന് ഭഗവാനോട് തന്നെ ചോദിച്ചു, ഭഗവാനെ എന്തുകൊണ്ടാണ് ഈ തരത്തില് അങ്ങ് ഈ പ്രസാദം എനിക്കിപ്പോ തന്നത് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ആഴ്വാരെ, അങ്ങയുടെ ഉള്ളിൽ ഇരിക്കുന്നതും ആ ആത്മസ്വരൂപനായിട്ട് ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. ശരീരമാകുന്ന ആ ഒരു കൂടിന്റെ ഉള്ളില് പരമാത്മാവാകുന്ന ഞാൻ ഇരുന്ന് ആ ജീവാത്മാവിലൂടെ, ശരീരത്തിലൂടെ പരമാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരീരവും ഒക്കെ നമുക്ക് ഓരോരുത്തർക്ക് ലഭ്യമായത്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നിലനിർത്തേണ്ടത് നമ്മളുടെ ഒക്കെ അത്യാവശ്യപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയുന്നത്, ഇപ്പൊ പൂജയ്ക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഭഗവാനെ സേവിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. വിശന്നിരുന്നു കൊണ്ട് ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ടല്ല ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കേണ്ടത്. പിന്നെ ഉപാസനകള്, വ്രതങ്ങള് ഒക്കെ നമ്മൾ എടുക്കും. അതൊരിക്കലും പൂർണ്ണ മനസ്സോടെ തൃപ്തിയോടെ ആയിരിക്കണം. വിശന്ന വലഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏതായാലും ഈ തിരുമിശൈ ആഴ്വാര് ഈ പ്രസാദത്തെ ഭഗവാന് സേവിക്കുന്നതിന് മുമ്പ് ഭക്തനായിരിക്കുന്ന തിരുമിശൈ ആഴ്വാർ ഇതിനെ സ്വീകരിച്ചു. അപ്പൊ ആ ഭക്തനോടുള്ള ഭഗവാനുള്ള കാരുണ്യത്തെ ഇത് തന്നെയാണ് അവിടെ ആ ഒരു നാമത്തിൽ സൂചിപ്പിക്കുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ തൻ്റെ ഭക്തന് തന്നേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു. ഗുരുവായൂർ നമ്മൾ ഇതേ തരത്തിലൊരു കഥ കേട്ടിട്ടുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുന്ന അച്ഛന് പകരം ഒരിക്കലും ശാന്തിയേറ്റ ഉണ്ണി നമ്പൂതിരി ആ പായസത്തെ ഭഗവാന് കൊടുത്ത് ആ പായസം ഭഗവാൻ മുഴുവൻ സ്വീകരിച്ചു. പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ പായസം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഭക്തർക്ക് കൊടുക്കാൻ. അപ്പോൾ അകത്തു നിന്നും ഭഗവാൻ തന്നെ അരുളി ചെയ്തു, ഞാൻ തന്നെയാണ് ഇത് സ്വീകരിച്ചത് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ ഭക്തനെ തൃപ്തിപ്പെടുത്താൻ, അത് ഭക്തന് കൊടുത്തിട്ടായാലും അതിനുശേഷം തനിക്ക് സ്വീകരിച്ചാൽ മതി. ഈ ശരീരത്തെ നിലനിർത്തേണ്ടത് ഇത്തരത്തില് ഭഗവാന്റെ കൂടി, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന പരമാത്മാവാകുന്ന ഭഗവാന്റെ കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ ആ ഭഗവാനോടുള്ള പൂജയാണ് നമ്മളുടെ ശരീരത്തെ നല്ല ആഹാരത്തിലൂടെ, നല്ല വ്യായാമത്തിലൂടെ, നല്ല ജീവിത രീതിയിലൂടെ നിലനിർത്തേണ്ടത്. അത് തോന്നിയതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തേണ്ടതല്ല നമ്മളുടെ ശരീരം എന്ന് ഈ ഒരു നാമത്തിലൂടെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ നാമം നിത്യവും ജപിക്കുന്നവർക്ക് ശരീരത്തിന് എല്ലാ ഓജസ്സും തേജസ്സും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാന്റെ ഭൂതപാവനനായിരിക്കുന്ന ഭഗവാന്റെ 9ാമത് തിരുനാമം ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം.